ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഹിന്ദി മൂവി ഗാന്ധി ടോക്സ്. ഈ മൂവി ഹിന്ദിയും തമിഴിലാണ് റിലീസായിരിക്കുന്നത്. ഇതൊരു സൈലൻറ്റ് നോ ഡയലോഗ് മൂവിയാണ്. ഇതൊരു ഹൈലി ഗുഡ് കോൺസെപ്റ്റ് എക്സ്പീരിമെൻ്റൽ മൂവിയാണ്. ഇതൊരു ഹൈലി ഇമോഷണൽ ഡ്രാമ മൂവിയാണ്. ഈ സിനിമ എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ് കിഷോർ പാണ്ഡുരംഗ് ബാലേക്കർ. ഇത് അവരുടെ ഡെബ്യൂ ഡയറക്ഷണൽ മൂവിയാണ്. വളരെ മനോഹരമായിട്ടാണ് എടുത്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് സിനിമയാണിത്. സൂപ്പർ ഡയറക്ഷൻ, ഒരു ക്ലാസിക് ഫിലിം മേക്കിംഗ്, പെർഫെക്റ്റ് സ്റ്റാർ കാസ്റ്റ്, പെർഫെക്റ്റ് എഡിറ്റിംഗ്, പെർഫെക്റ്റ് സിനിമാറ്റോഗ്രാഫി, പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, കറക്റ്റ് സമയത്ത് കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പഴയ സോങ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടായി യൂസ് ചെയ്ത് എക്സാക്റ്റ് കൺവേ ചെയ്തിരിക്കുകയാണ്. ഒരു ഡയലോഗ് ഇല്ലാണ്ട് നമുക്ക് ആക്ടറുടെ പെർഫോമൻസ്, ഫേസ് എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ്, പിന്നെ ബാക്ക്ഗ്രൗണ്ടിലോടുന്ന മ്യൂസിക് കേട്ടിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓരോ സിറ്റുവേഷൻ, ഓരോ ഇമോഷൻ. അത് സൂപ്പറായി. ഫസ്റ്റ് ഹാഫ് ആണെങ്കിൽ പെർഫെക്റ്റ്, ഒരു കണ്ടിന്യൂസ് സ്വീറ്റ് മനോഹരമായിട്ടാണ് ആ ഫ്ലോയിൽ പോകുന്നത് സിനിമ. അതിൻ്റെ ക്രെഡിറ്റ് ഫുള്ളായിട്ട് കൊടുക്കേണ്ടത് ഡയറക്ടറിനെയും പിന്നെ ഈ സിനിമയിൽ ആക്ടിങ് ചെയ്തിരിക്കുന്ന ഓൾ സ്ക്രൂവിനും. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് വിജയ് സേതുപതി, ഒരു നെക്സ്റ്റ് ലെവൽ ആക്ടർ തന്നെയാണ്. പിന്നെ അരവിന്ദ് സ്വാമി, അദിതി റാവ് ഹൈദരി, എല്ലാം സൂപ്പർ പെർഫോമൻസ്. പിന്നെ കോമഡി ടൈമിങ്ങും ഫേസ് എക്സ്പ്രഷന് വേണ്ടി സിദ്ധാർത്ഥ് ജാദവ് പൊളിച്ചടിക്കേണ്ട സൂപ്പർ പെർഫോമൻസ്. ഇതൊരു പക്ക ക്ലാസിക് ഇമോഷണൽ ഡ്രാമ മൂവിയാണ്. മാസ് മസാല എൻ്റർടൈൻമെൻറ്റ് എൻജോയ് ചെയ്യുന്നവർക്ക് ഇത് മേ ബി ഡിസപ്പോയിൻറ്റിംഗ് ആയിരിക്കും. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്നവർ, സിനിമ അതിൻ്റെ രീതിയിൽ കാണുന്നവർക്ക് ഒരു സൂപ്പർ എക്സ്പീരിയൻസ് തന്നെയാണ്. അതും ഡയറക്ടർ ഇതൊരു സൈലൻറ്റ് സിനിമയാണെന്ന് മനസ്സിൽ വെച്ച് തന്നെയാണ് 2 hours സിനിമ തീർത്തിട്ടുണ്ട്. അതും ഒരു പ്ലസ് പോയിൻ്റാണ്. വിജയ് സേതുപതിയും അരവിന്ദ് സ്വാമിയാണ് ഈ സിനിമയെ ഒരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോയത്. സൂപ്പർ പെർഫോമൻസ് ആണ് രണ്ടുപേരുടെയും. സ്പെഷ്യലി എമോഷണൽ സീൻസ് രണ്ടുപേരും സൂപ്പറായിട്ടാണ് കൺവിൻസ് ചെയ്തിരിക്കുന്നത്. സൂപ്പറായിട്ട് തന്നെയാണ് എക്സ്പ്രസ് ആയിരിക്കുന്നത്. ഡയലോഗ് ഇല്ലാതെ തന്നെ അവരുടെ കണ്ണുകളും എക്സ്പ്രഷൻസും നമുക്ക് എല്ലാം പറഞ്ഞു പോകും. ആ മാതിരി പെർഫോമൻസ്. ഒരു മിസ് മാച്ച് കാസ്റ്റിംഗ് തോന്നിയത് അദിതി ഹൈദരി തന്നെയാണ്. ആ ക്യാരക്ടർ മിനാൽ ഠാക്കൂർജിയുമായിരുന്നെങ്കിൽ ഒരു പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയേനെ. ഫൈനലി ഈ ആഴ്ച ബോളിവുഡിൽ 2 പെർഫെക്റ്റ് സൂപ്പർ ക്ലാസിക് കണ്ടന്റ് മൂവി. രണ്ടും വളരെ നല്ല പടങ്ങളാണ്. പക്ഷെ നിങ്ങൾക്കറിയാലോ, ബോളിവുഡിൽ ഇങ്ങനത്തെ മൂവികൾ വിജയിക്കാറില്ല. അതുകൊണ്ടാണ് ബോളിവുഡിൻ്റെ ലെവൽ ഇത്രയും താഴ്ന്നിരിക്കുന്നത്. ക്ലാസിക് നല്ല പടങ്ങൾ സപ്പോർട്ട് ചെയ്യാറില്ല. ഈ 2 മൂവി കണ്ടതിന് ശേഷം തോന്നുന്നത് ബോളിവുഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് റിവൈവ് ആയ മാതിരിയാണ് കുറേ കാലങ്ങൾക്ക് ശേഷം. ഗാന്ധി ടോക്സും മറ്റൊരു പടമായാണ് തുമ്പാട് സിനിമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടറിൻ്റെ മായാസഭ. ഈ 2 സിനിമയും ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് മറാഠി ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഡയറക്ടർമാരാണ്. മൂവിയുടെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിട്ടുണ്ട്. കണ്ടിന്യൂസ് ഫ്ലോയിൽ പോകുന്നു പടം. പിന്നെ ഇമോഷൻ സീനുകൾ നമുക്ക് വളരെ എൻഗേജിങ് ആയി തോന്നും. ഫസ്റ്റ് ഹാഫ് കണ്ടതിന് ശേഷം സെക്കൻഡ് ഹാഫിൽ എനിക്ക് നിറയെ പ്രതീക്ഷ തോന്നി. പക്ഷേ എവിടെയോ മിസ് മാച്ച് ആയ മാതിരി, എവിടെയോ ചെറുതായിട്ട് പാളിയ മാതിരി. എന്നാലും കൺവിൻസിങ് ആണ് കേട്ടോ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഒരു മാസ് മസാല എഫേർട്ട് കാണിക്കാത്ത സിനിമയാണ്. ഇമോഷണൽ ഡ്രാമ, സോഷ്യൽ മെസ്സേജ് ഗീവിങ് മൂവിയാണ്. അതിൽ ഈ സിനിമ 100% വിജയിച്ചിട്ടുണ്ട്. പെർഫോമൻസ്, ഡയറക്ഷൻ, സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടി ഈ മൂവിക്ക് നമുക്ക് 5-ൽ 3 റേറ്റ്. എന്തായാലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ ചെന്ന് കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ